നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി. മതി മതി, നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും, അപ്പൊ ഒന്ന് ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ, ഇതപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. നോക്ക്. എന്റെ പൊന്നക്ബർക്ക, ഒട്ടും സമയമില്ല. ദേ ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ, ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് റൗണ്ട് കളിക്കാം. വാ. അയ്യോ, ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കലും അടിച്ചാരല്ലോ ഇല്ലേ? ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക്. നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇതല്ലാണ് നീ ഇന്നലെയും പറഞ്ഞത്. അയ്യോ അക്ബർക്ക, എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എവിടെ നിന്ന് കേൾക്കാന്? അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോലി. എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാള് വരണ. നോക്ക്. ശരി. ഇപ്പോൾ ഒന്നും വരിക്കില്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുന്നു. അല്ല, അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. എത്രയായി? 5 റുപ്യ. 5 റുപ്യ മീറ്റർ ഇട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. അവനും പോയോ? ഇനി വേറെ ആരെയും വരുമെന്ന് നോക്കുക. പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കെടുത്ത കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാം എറിഞ്ഞൊടക്ക്. ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്. ഓടേട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെയും കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക്. ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ. ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നോത്തിയെടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 പൂശും. അറിയോ? എനിക്ക് എന്റെ ഭാര്യ തന്റെ ഭാര്യ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തലയിലാണ്. മേനെ ഇനി നിങ്ങൾ നിർത്തിയില്ല എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലേ. ഇയാൾ എന്ത് ഡീസന്റ് വേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ല. എടുത്തോണ്ട് വേടാ വിലക്കാം. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര, ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കൈവയ്ക്കണ്ടത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവരെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ. അമ്മാവനെ തല്ലടാ. തല്ലട്ട് മരുമാനല്ലേ? അവൻ എന്റെ മരുമാനല്ലേ? തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉറക്ക് പോയി. ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല. ഒരൊറ്റ റൗണ്ട് നോക്കിയോ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവ തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണതെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ചീട്ട് കളിക്കാനോ? ഡോക്ടറുണ്ടല്ലോ. നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ചെയ്യാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാവും. 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല. ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്. ബാപ്പാ, ഞാൻ പോവാ. അല്ല സൈനബ,
നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല. ഞാൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ ഇരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വാപ്പാ? അതില്ലാത്തോണ്ടല്ല ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ ഞാൻ പോവാ. നിക്ക് ഞാനും വരുന്നുണ്ട്. അല്ലാന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവന്നെയാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി. ഇനി എന്റെ പണിയും പോണോന്നാ? ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും കിട്ടും കിട്ടുന്ന്. ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് ക്ലബില്. ഓ എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ ഉമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കെട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ മോള് പൊക്കോ. എടാ അക്ബറേ. ആ എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പെട്ടിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ സോപ്പും പൊടി ആണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. നീ താമസിക്കും, പൊടിയേണ്ടത്. അതെ, ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേപടി ഇരിപ്പുണ്ട്. എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടടാ. നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ല. നിങ്ങൾ സാധനം ഇറക്കി വെക്കുക, കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ഇവന്മാര് തിരുമറി നടത്താൻ നോക്കിയോ? അപ്പഴേ ഹലോ, അതെ ഒരു മിനിറ്റ്. പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം? കുട്ടിയുടെ പേര്? അതല്ല, കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ്. അതല്ല പിന്നെ, പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം. എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം. അത് വാപ്പയോട് പറയണം. വാപ്പയോ? പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ, ഞാൻ ഈ കടയുടെ ഓണറാണ്. മജീദ് ഖാന്റെ മോളല്ലേ? അല്ല, ഞാൻ അക്ബറിന്റെ മോളാ. അക്ബർ, പക്ഷെ ഞാൻ മജീദ് ഖാനാ വിളിക്കുന്നത്. അതെന്തിനാ? അല്ല, ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തെ? പേര് ഞാൻ വാപ്പയോട് പറഞ്ഞയക്കാം. വാപ്പയോടോ? ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ചുമ്മാണ്. ഞാൻ ഈ കടയുടെ ഓണറൊന്നല്ല. നീ എന്താ ഉണ്ടാക്കുന്നേ? ഇപ്പൊ ഒരു സാധനം കാണിച്ചു തരാവേ കേട്ടാ. ഇതിങ്ങനെ വെച്ചാ കറങ്ങും. അനങ്ങാണ്ടിരിക്കേ. ഈർക്കിൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള. നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. ഇങ്ങനെയുണ്ട് ഒരു കുസൃതി. ഈ പേപ്പറിനോണ്ട് നീ ഒന്നും അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഒരൊറ്റ അടി വെച്ച് തരും കേട്ടോ. പപ്പിയാണ്ടി കുപ്പിയാണ്ടി ചീത്തയാ. ഞാൻ ചീത്തയാ? ഞാൻ മൂക്കറുത്ത് ഉപ്പിലിട്ട് നോക്കോ. ഉപ്പിലിട്ടോ? നിങ്ങൾ വലിയ ആളാല്ലേ കുപ്പിയാണ്ടി പപ്പിയാണ്ടി കുപ്പിയാണ്ടി. ഇപ്പോഴത്തെ ഒരു കാര്യം. അവിടെ എപ്പോഴും പപ്പിയാണ്ടി ചീത്ത പറയുന്നു. പപ്പേനിക്ക് നല്ല അടികൊള്ളും കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചീപ്പിഞ്ഞതാ. എന്നാ വെച്ചോ, എന്നാ കൊണ്ടുപോക്കോ. ഇത് വെച്ചോ. ഒരൊറ്റ അടി വെച്ചിട്ടുണ്ടല്ലോ. ഈ പപ്പിയാണ്ടി ഉണ്ടല്ലോ എപ്പോഴും എന്നെ ഉപദ്രവിക്കും. ഇന്ന് രാവിലെ കേട്ടോ എന്റെ ഈ മുഖത്തിങ്ങനെ നുള്ളിപ്പിച്ച് മുറിഞ്ഞേ നോക്ക്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ. എന്നിട്ട് എന്റെ തല പിടിച്ച് മൊസൈക്കിൽ ഒരൊറ്റ ഇടി. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ലേ. നമുക്ക് ഈ പപ്പിയാന്റിയെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് പിരിച്ച് പപ്പടം പോലാക്കിട്ട് പറത്തി കളയണം. കാസറ്റ് എവിടെ? ഇന്ന് കാസറ്റ് കട ഒഴിവാ. കാസറ്റ് കിട്ടില്ല. യോ, എനിക്ക് കാസറ്റ് കാണണം. നമുക്കിന്ന് ടി വി പ്രോഗ്രാം കാണാം. ടിവിയിൽ ഒന്നും കൊള്ളൂല, ചീത്ത. എനിക്ക് കാസറ്റ് കാണണം. നാളെ കാസറ്റ് കാണാം. നാളെ നമുക്ക് ടി വി കാണാം. ഇന്ന് കാസറ്റ് കാണണം. ഇന്ന് എനിക്ക് ഡൊണാൾഡൊക്കെ കാസറ്റ് കാണണം. നമുക്കിന്ന് ഡൊണാൾഡൊക്കെ കളിക്കാം. വാ, ചേട്ടൻ കാണിച്ചു തരാം. നീ വാ. നമുക്ക് ഡൊണാൾഡൊക്കെ കളിക്കണ്ട. കാസറ്റ് കണ്ടാ മതി. ഡൊണാൾഡൊക്കെ കണ്ടോ? മാക് മാക്. ഈ ഡൊണാൾഡൊക്കെ ഞാൻ ചമ്മന്തിയാക്കി. വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ടേ.
രേവതി ഇന്ന് ചേട്ടൻ രേവുവിനൊരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. മണി നീലത്തി വീണ് കുറുക്കണ്ട അത് വേണ്ട. അല്ലല്ല, ഇത് മണിയൻ കുറുക്കന്റെ കഥയല്ല. ഈ കുറുക്കന്റെ പേര് ശങ്കരൻ. ഈ കുറുക്കൻ നിലത്തി വീഴും. നീലത്തി വീണ് കുറുക്കണ്ട അത് വേണ്ട. രാജകുമാരന്റെ കഥ പറഞ്ഞാൽ മതി. അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. ഇത് വേറെ രാജകുമാരന്റെ കഥ. വേറൊരു രാജകുമാരന്റെ കഥ. ശരി.